അധ്യക്ഷൻ, മാപ്പിളകല അക്കാദമിയുടെ പ്രസിഡന്റ് കൂടിയായ PH അബ്ദുള്ള മാസ്റ്റർ അവർ, എൻ്റെ ചീഫ് കോർഡിനേറ്റർ SV അബ്ദുള്ള, വേദിയിൽ ഉപവിഷ്ടരായ ഫാദർ തോമസ് പനയ്ക്കൽ, ചെമ്പാടൻ വിജയൻ, ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങാൻ വന്ന കലാകാരന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാപ്പിളകല അക്കാദമിയുടെ ഇന്നത്തെ ചടങ്ങിൽ നിങ്ങളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ സായംസന്ധ്യയിൽ കലാകാരന്മാരുടെ പ്രകടനങ്ങളും മറ്റും കാണാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബസമേതം വന്നിട്ടുള്ളത് എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ഒരു പ്രസംഗം നടത്താനൊന്നും ഈ വേദി ഞാൻ വിനിയോഗിക്കുന്നില്ല. പക്ഷേ ഈ അക്കാദമിയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം, കഴിഞ്ഞ 4 വർഷക്കാലമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ അക്കാദമിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിലെ മാപ്പിള കലകളുടെ പ്രോത്സാഹനവും പുനരുദ്ധാരണമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് അതിൻ്റെ മുഖ്യമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീന കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പുതിയ 21ാം നൂറ്റാണ്ടിലെ തിന്മകളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഒരിക്കലും പുരോഗതി ഒരു തടസ്സമല്ല, പുരോഗതി ഉണ്ടാകണം. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം, അതൊക്കെ ശരിയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഈ മാറ്റങ്ങൾ നമ്മുടെ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. ഈ വർഷം